സ്വന്തമായി ഒരു സിനിമ ചെയ്യാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമില്ലേ? എന്നാൽ ആ ആഗ്രഹം പൂവണിയാൻ പോവുകയാണ് AI. അതിനുള്ള പ്ലാറ്റ്ഫോം ഈ വർഷം തന്നെ ഒരുക്കി തരും. ആ മനോഹരമായ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ കാര്യം പറയുന്നതിൽ ആർട്ട് ഓഫ് എയ്ക്ക് അതിയായ അഭിമാനമുണ്ട്. കാരണം 2024 ആർട്ട് ഓഫ് എയുടെ ആദ്യത്തെ വീഡിയോ ഇതിനെക്കുറിച്ച് സൂചന നൽകിയതാണ്. മാത്രമല്ല AI മാത്രം ഉപയോഗിച്ച് ഒരു മ്യൂസിക് ആൽബം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മോഡലും അവതരിപ്പിച്ചു. 2024 ജനുവരി കാലഘട്ടത്തിൽ റൺവേ, കൈബർ, ജന്മോ, മൂൺ വാലി, പ്രോം AI, പിക്സ്വേൾഡ് തുടങ്ങിയ ടൂളുകളായിരുന്നു വീഡിയോ ക്രിയേഷൻ ഉപയോഗിച്ചിരുന്നത്. അതിലെല്ലാം തന്നെ 4 സെക്കൻഡ് അല്ലെങ്കിൽ 8 സെക്കൻഡ് വീതമുള്ള വീഡിയോകളാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നത്. എന്നാൽ അതുവരെ ഉണ്ടായിരുന്ന വീഡിയോ ക്രിയേഷൻ മോഡലുകളെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ടാണ് ChatGPTയുടെ നിർമ്മാതാക്കളായ ഓപ്പൺ AI അവരുടെ വീഡിയോ ജനറേഷൻ മോഡലായ സോറ അവതരിപ്പിച്ചത്. തൊട്ടുപിറകെ സോറയ്ക്ക് വെല്ലുവിളിയുമായി ചൈനയുടെ വീഡിയോ ക്രിയേഷൻ മോഡൽ അവതരിപ്പിച്ചു. ഇപ്പോഴിതാ ഏറ്റവും പുതുതായി ഗൂഗിളിൻ്റെ വീഡിയോ ക്രിയേഷൻ മോഡൽ വിയോ പുറത്തിറങ്ങാൻ പോകുന്നു. സത്യത്തിൽ ഒരു യുദ്ധമാണ് നടക്കുന്നത്. ഗൂഗിൾ, ഓപ്പൺ AI, മെറ്റ, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ തുടങ്ങിയ വമ്പൻ ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ചില്ലറ കല്ലിയല്ല നടക്കുന്നത് എന്നർത്ഥം. ഏതായാലും ഏറ്റവും ലേറ്റസ്റ്റായി ഗൂഗിൾ പുറത്തിറക്കുന്ന വീഡിയോ മോഡലിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് കണ്ടു നോക്കൂ. Today, I'm excited to announce our newest, most capable generative video model called Veo. Veo creates high-quality 1080p videos from text, image, and video prompts. It can capture the details of your instructions in different visual and cinematic styles. You can prompt for things like aerial shots of a landscape or a time-lapse, and further edit your videos using additional prompts. You can use Veo in our new experimental tool called Video FX. We're exploring features like storyboarding and generating longer scenes. നിലവിൽ ഏറ്റവും പവർഫുള്ളായ വീഡിയോ ക്രിയേഷൻ മോഡലുമായാണ് ഗൂഗിൾ വന്നിരിക്കുന്നത്. 1080 റെസൊല്യൂഷനിൽ 1 മിനിറ്റിലധികമുള്ള വീഡിയോ, കൺസിസ്റ്റൻ്റായ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വിയോ. പ്രോംപ്റ്റ് കൃത്യമായി മനസ്സിലാക്കാൻ ലാംഗ്വേജ് മോഡൽ സപ്പോർട്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ടെക്സ്റ്റ് മാത്രമല്ല ഇമേജോ വീഡിയോ റെഫറൻസ് ആയി കൊടുത്തുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോ ഉണ്ടാക്കാം എന്ന് തുടങ്ങി ഒരു സ്റ്റോറി ബോർഡ് കൊടുത്താൽ ഒറ്റ വീഡിയോയിൽ തന്നെ വ്യത്യസ്തമായ ഷോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വീഡിയോ എഫക്ട്സ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിയോയെക്കുറിച്ച് പറയാനുണ്ട്. അതിനു മുമ്പ് സോറയെക്കുറിച്ചും ചൈനീസ് മോഡലായ വിഡുവിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. 1 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള കൺസിസ്റ്റൻ്റായ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വീഡിയോ മോഡലാണ് സോറ. മാത്രമല്ല പ്രോംപ്റ്റിനെ കൃത്യമായി മനസ്സിലാക്കാനും വളരെ ഡീറ്റെയിലായ ക്രിയേറ്റീവായ വീഡിയോകൾ നിർമ്മിക്കാനും സോറയ്ക്ക് സാധിക്കും. സോറ അനൗൺസ് ചെയ്തതിന് തൊട്ടു പിറകെ അതിനെ കിടപിടിക്കുന്ന മോഡലുമായി ചൈന എത്തി. വിഡു എന്ന ഈ വീഡിയോ ക്രിയേഷൻ മോഡൽ സോറയ്ക്ക് തുല്യമായ ക്വാളിറ്റിയോടെയാണ് അവതരിപ്പിച്ചത്. വിഡുവിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഇതിന് തുടർച്ചയായി വരുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂ. AI-യെക്കുറിച്ച് മലയാളത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്ന കണ്ടന്റുകൾ ഈ ചാനലിലുണ്ട്. അതെല്ലാം നിങ്ങൾ തീർച്ചയായും കാണണം. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി റെഫർ ചെയ്യുകയും വേണം. ഇനി നമുക്ക് ഗൂഗിളിൻ്റെ വിയോയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാം. വിയോ ഗൂഗിളിൻ്റെ ആദ്യത്തെ വീഡിയോ ക്രിയേഷൻ മോഡലല്ല. GQN, DVD Gen, ഇമേജ് വീഡിയോ, ലൂമിയർ തുടങ്ങിയ മുൻകാല മോഡലുകൾ കമ്പൈൻ ചെയ്ത് പുറത്തിറക്കുന്ന മോഡലാണ് വിയോ. അവർ മോസ്റ്റ് കേപ്പബിൾ ജനറേറ്റീവ് വീഡിയോ മോഡൽ എന്നാണ് ഗൂഗിൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ വശം ഈ വീഡിയോയുടെ അവസാനം പറയാം. ഇപ്പോൾ നമുക്ക് വിയോയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സിനിമാറ്റിക് ഉൾപ്പെടെ വിവിധങ്ങളായ വിഷ്വൽ സ്റ്റൈലുകളിൽ 1080 റെസൊല്യൂഷനിൽ 1 മിനിറ്റിലധികം ദൈർഘ്യമുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ് നമ്പർ 1 ഹൈലൈറ്റ്. ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ നിലവിലെ AI വീഡിയോ ക്രിയേഷൻ മോഡലുകളിൽ മാക്സിമം 4-8 സെക്കൻഡ് മാത്രമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. 16 സെക്കൻഡാണ് വിഡുവിൻ്റെ ക്വാളിറ്റി. സോറയിൽ 1 മിനിറ്റ് വരെ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ഒരു പടി കൂടി കടന്ന് 1 മിനിറ്റിലധികം ദൈർഘ്യമുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വിയോയ്ക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ കൊടുക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ പ്രോംപ്റ്റിനെ കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവാണ്.
ChatGPT പോലത്തെ ലാംഗ്വേജ് മോഡലുകൾക്ക് മനുഷ്യഭാഷയെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. ഗൂഗിളിനും സ്വന്തമായി ലാംഗ്വേജ് മോഡലുണ്ട്. ജെമിനയിൽ നമുക്കതിൻ്റെ പെർഫോമൻസ് കാണാൻ സാധിക്കും. ഭാഷയെ മനസ്സിലാക്കാനുള്ള കഴിവും അതിനനുസരിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള മോഡലും ഒത്തുചേരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. സിനിമാറ്റിക് എഫക്റ്റുകളായ ടൈം ലാപ്സ്, ഏരിയൽ ഷോട്ട്, ഷാഡോ ഡെപ്ത് ഓഫ് ഫീൽഡ് തുടങ്ങിയ കാര്യങ്ങൾ വിയോയ്ക്ക് മനഃപ്പാടമാണ്. ഇവിടെ സാമ്പിൾ കൊടുത്തിരിക്കുന്ന വീഡിയോ ഒന്ന് നോക്കൂ. ഒരു സൺസെറ്റ് സമയത്ത് കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു കൗബോയ്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോംപ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിമനോഹരമായ റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോ ആണ്. മൂവ്മെൻറ്റിനും ഷേപ്പിനും ഒരു കുറ്റവും പറയാനില്ല. ചുരുക്കത്തിൽ ഇതൊരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് വീഡിയോ ആണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന മറ്റു സാമ്പിൾ വീഡിയോകളും ഇതേ ക്വാളിറ്റി ഉള്ളതാണ്. ഒരു റെസിഡൻഷ്യൽ ഏരിയയിലൂടെ ഉള്ള ട്രാക്കിംഗ് ഷോട്ട്, ഒരു ചിക്കൻ കബാബ് ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ വീഡിയോ, അതിൻ്റെ ഫ്ലെയിമുകളും ഫോഗും എത്ര മനോഹരമായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ടൈം ലാപ്സ് വീഡിയോ, ലൈറ്റ് ഹൗസിൻ്റെ ഒരു ഏരിയൽ ഷോട്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ വിയോയ്ക്ക് സാധിക്കും എന്ന് തന്നെയാണ്. പ്രോംപ്റ്റിനെ കൃത്യമായി മനസ്സിലാക്കുക മാത്രമല്ല, അതിനെ ഏറ്റവും ഭംഗിയായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ജെല്ലി ഫിഷിൻ്റെ വീഡിയോ. ഇതാ ഒരു സൺഫ്ലവർ വിരിയുന്നതിൻ്റെ ടൈം ലാപ്സ് വീഡിയോ. വിയോയുടെ മൂന്നാമത്തെ പ്രത്യേകതയാണ് കൺട്രോൾസ് ഫോർ ഫിലിം. ഇത് മറ്റു മോഡലുകളിൽ കാണാത്ത ഓപ്ഷനാണ്. അതായത് നമുക്ക് ഒരു വീഡിയോ ഇൻപുട്ട് കൊടുത്ത് അതിൽ ആവശ്യമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രോംപ്റ്റ് കൊടുത്താൽ വിയോ അതിനനുസരിച്ചുള്ള പുതിയ വീഡിയോ ക്രിയേറ്റ് ചെയ്തു തരും. ഇവിടെ കൊടുത്തിരിക്കുന്ന സാമ്പിൾ നോക്കൂ. ഒരു കോസ്റ്റൽ വീഡിയോ കൊടുത്തിട്ട് അതിൽ കയാക്കിംഗ് ബോട്ടുകൾ ആഡ് ചെയ്യാൻ പ്രോംപ്റ്റ് കൊടുത്തു. റിസൾട്ട് നോക്കൂ. ഇൻപുട്ട് കൊടുത്ത വീഡിയോയിൽ കയാക്കിംഗ് ബോട്ടുകൾ അതിമനോഹരമായി പ്ലേസ് ചെയ്തിരിക്കുന്നു. കാണുമ്പോൾ ഒറിജിനലായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ പോലെ തന്നെ തോന്നും. ഇതോടൊപ്പം മാസ്ക്ഡ് എഡിറ്റിംഗ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഒരു വീഡിയോയിൽ മാറ്റം വരുത്തേണ്ട ഏരിയ മാത്രം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മാത്രമായി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഇനി വീഡിയോ മാത്രമല്ല, ഒരു ഇമേജ് റെഫറൻസ് കൊടുത്താലും അതിനെ ഒരു വീഡിയോയ്ക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. നാലാമത്തേതും ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതുമായ പ്രത്യേകത, ഒരു സിംഗിൾ പ്രോംപ്റ്റോ അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് വ്യത്യസ്തമായ ഷോട്ടുകൾ അടങ്ങിയ 1 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ഒരു കംപ്ലീറ്റ് സീൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ്. 4 സീക്വൻസ് ഓഫ് പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നിയോൺ ലൈറ്റിൽ മുങ്ങിയ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിറ്റിക്ക് മുകളിലൂടെ പറക്കുന്ന ഒരു കാർ. പതിഞ്ഞ സ്പീഡിൽ തുടങ്ങിയ വീഡിയോ പിന്നീട് സ്പീഡാവുകയും വളരെ പെട്ടെന്ന് തന്നെ കാറിൻ്റെ വിഷ്വലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ ട്രാൻസിഷൻ തന്നെ എത്ര മനോഹരമാണെന്ന് മാത്രമല്ല, ആ സീനിനെ ഒരിക്കലും അത് ബ്രേക്ക് ചെയ്യുന്നത് പോലുമില്ല. നിയോൺ സിറ്റിയിലൂടെ കുതിച്ചു പായുന്ന കാറ്, മറ്റ് കാറുകൾ കൂടെ ചേരുന്നതും വശത്തെ ബിൽഡിങ്ങുകളും റോഡും എല്ലാം തന്നെ വളരെ കൃത്യമായി കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. അവസാനത്തെ ഷോട്ടിലേക്കുള്ള ട്രാൻസിഷൻ നോക്കൂ. വളരെ ഡ്രമാറ്റിക് സൈബർ പങ്ക് വേൾഡിൽ നിന്നും റിയലിസ്റ്റിക് വേൾഡിലേക്ക് ഷോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് കണ്ടോ? എത്ര ഗംഭീരമായാണ് അത് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ AI ക്രിയേഷനിൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കൺസിസ്റ്റൻസിയാണ്. ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്താൽ അതിനടുത്ത ഫ്രെയിം അതേ ലെവലിൽ ഉണ്ടാക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ 1.5 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ഒരു വീഡിയോയിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. വിയോയുടെ അഡ്വാൻസ്ഡ് ഡിഫ്യൂഷൻ മോഡൽ അത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു എന്നത് ആശാവഹമായ കാര്യമാണ്. റിയലിസ്റ്റിക് മാത്രമല്ല, ഇമാജിനേറ്റീവായ വീഡിയോകളും ക്രിയേറ്റ് ചെയ്യാൻ വിയോയ്ക്ക് സാധിക്കും. ഇനി എങ്ങനെയാണ് വിയോയ്ക്ക് ഇതെല്ലാം സാധിക്കുന്നത്? പ്രോംപ്റ്റിനെ മനസ്സിലാക്കാനുള്ള ലാംഗ്വേജ് മോഡൽ സപ്പോർട്ടിനെ പറ്റി നേരത്തെ സൂചിപ്പിച്ചല്ലോ.
അതോടൊപ്പം ഗൂഗിൾ കാലാകാലങ്ങളായി റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത 9ഓളം മോഡലുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് വിയോ പുറത്തിറങ്ങുന്നത്. മാത്രമല്ല ഗൂഗിളിൻ്റെ ഡാറ്റാബേസിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പ്രത്യേകം ഫൈൻ ട്യൂൺ ചെയ്ത ട്രെയിനിങ് ഡാറ്റ വിയോയുടെ കരുത്താണ്. ഒപ്പം ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ലേറ്റന്റ് ഡിഫ്യൂഷൻ മോഡലും ഒത്തുചേരുമ്പോൾ അത്ഭുതമല്ലാതെ മറ്റെന്ത് സംഭവിക്കാനാണ്. ഇതിനെല്ലാം പുറമെ AI ക്രിയേഷനിലെ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു സിഗ്നേച്ചറും വിയോ ആഡ് ചെയ്യുന്നുണ്ട്. കോപ്പിറൈറ്റ് അല്ലെങ്കിൽ ബയാസ് തുടങ്ങിയ കാര്യങ്ങളെ മറികടക്കാൻ ഒരു ഡിജിറ്റൽ വാട്ടർമാർക്കോടെയാണ് വിയോ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുക. അത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല, പക്ഷേ ഒരു കമ്പ്യൂട്ടറിന് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വാട്ടർമാർക്ക് സംവിധാനമാണ്. സിന്ത് ID എന്നാണ് അതിന് പറയുന്നത്. സിന്ത് IDയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. ഏതായാലും സോറയും വിഡുവും വിയോയും മത്സരബുദ്ധിയോടെ മുന്നേറുമ്പോൾ നമുക്ക് മുന്നിൽ തെളിയുന്നത് അനന്തമായ സാധ്യതകളാണ്. നിങ്ങൾ ഒരു വീഡിയോ ക്രിയേറ്ററോ ഫിലിം മേക്കറോ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരു മികച്ച ആശയം മതി, ബാക്കിയെല്ലാം AI ചെയ്തു തരും എന്ന ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഫോളോ ചെയ്തോളൂ. മാത്രമല്ല ആർട്ട് ഓഫ് എയുടെ നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്യാൻ 9990018986 എന്ന നമ്പറിൽ ജോയിൻ ആർട്ട് ഓഫ് എ എന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു.